നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലെറ്റ്സ് ട്രൈ ടു ടച്ച് ഇറ്റ് വൺ മോർ ടൈം. ഒരിക്കൽ കൂടി അത് എത്തിത്തോടാൻ ശ്രമിക്കാം. വേൾഡ് കപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. അർജൻറ്റീനയെ വേൾഡ് കപ്പ് വിജയത്തിലേക്ക് കൊണ്ടുപോയ ഗോൾ കീപ്പർ എമി മാർട്ടിനസിൻ്റെ വാക്കുകളാണ്. ഇന്നലെ അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് കിരീടധാരണത്തിൻ്റെ 3ാം വാർഷികമായിരുന്നല്ലോ. നിരവധി താരങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നു. ആ ആനിവേഴ്സറി ഓർത്തെടുത്തുകൊണ്ട് നിക്കോളാസ് ഓട്ടാമെൻഡിയുടെ ആ ഒരു പോസ്റ്റ് വന്നു. അദ്ദേഹം ആ ഗോൾ വല വെട്ടിയെടുത്തത് തൻ്റെ കയ്യിലൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം കുറിച്ച് 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഏറ്റവും ഉയരത്തി തൊട്ടു. പിന്നാലെ എമി മാർട്ടിനസിൻ്റെ മറുപടി വന്നു, ലെറ്റ്സ് ട്രൈ ടു ടച്ച് ഇറ്റ് വൺ മോർ ടൈം. ഒരിക്കൽ കൂടി നമുക്കതൊന്ന് തൊടാൻ ശ്രമിക്കാം. ഒരിക്കൽ കൂടി ഒന്ന് ആ വേൾഡ് കപ്പിൽ നമുക്ക് തൊടാനാവട്ടെ. നിക്കോളാസ് ഓട്ടാമെൻഡിയുടെ മറുപടി, യു സേ ഓൾ റൈറ്റ്, ഓൾറെഡി നമ്മൾ അതിനായിട്ടുള്ള ശ്രമങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരിക്കൽ കൂടി നമുക്കതൊന്ന് തൊടാൻ വേണ്ടി പരിശ്രമിക്കാമെന്ന് നിക്കോളാസ് ഓട്ടാമെൻഡിയും പറയുമ്പോൾ അർജൻറ്റീനയുടെ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. ഇന്നലെ നമ്മൾ കണ്ടല്ലോ, അനവധി ആളുകൾ നമ്മുടെ നാട്ടിലടക്കം ലിയോ മെസ്സി ആ വേൾഡ് കപ്പ് നേടുന്ന ചിത്രവും അതിൻ്റെ വീഡിയോയും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജയം അവരുടെ വിജയമായിട്ട് ആഘോഷിക്കുന്ന മനോഹരമായ കാഴ്ച. അപ്പോൾ അർജൻറ്റീനക്കാരെങ്ങനെയായിരിക്കും, കളിച്ച താരങ്ങൾ എങ്ങനെയായിരിക്കും? ഓരോ താരങ്ങളും അവരുടെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നു. സാക്ഷാൽ ലിയോ മെസ്സി തന്നെ കുറിച്ചു. ആ ഒരു വേൾഡ് കപ്പ് പിടിച്ചു നിൽക്കുന്ന ചിത്രമൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം കുറിച്ചു 3 വർഷങ്ങൾ. നമുക്ക് 3 സ്റ്റാർസ്, അതായത് 3 സ്റ്റാർസ് ആയതിൻ്റെ 3 വർഷങ്ങൾ എന്ന് അദ്ദേഹം കുറിക്കുന്നു. ദെൻ ബാക്കിയുള്ളവരും അതുപോലെ തന്നെ പ്രതികരണം. ആംഹേൽ ഡി മരിയ കുറിക്കുന്നു, തീർച്ചയായിട്ടും ഇതാ എത്രത്തോളം സുന്ദരമാണ് ഒരു അർജൻറ്റീനക്കാരനായി ഇരിക്കുക എന്നുള്ളത്. ഹാപ്പി ആനിവേഴ്സറി എന്ന് അദ്ദേഹം കുറിക്കുന്നു. വേൾഡ് കപ്പിൽ അർജൻറ്റീനയുടെ 2ാമത്തെ ഗോൾ നേടിയ, ഫൈനൽ മത്സരത്തിൽ 2ാമത്തെ ഗോൾ നേടിയ ആംഹേൽ ഡി മരിയയുടെ കുറിപ്പ്. അടുത്ത വേൾഡ് കപ്പിന് ഇനിയിപ്പോൾ അദ്ദേഹം ഉണ്ടാവില്ല, ശരിയാണ്, പക്ഷേ വലിയ സന്തോഷത്തിലാണ്. റോദ്രിഗോ ഡി ബോൾ കുറിച്ചു, ഇറ്റ്സ് ഓൾ വർത്ത് ഇറ്റ്. 3 വർഷങ്ങൾ, ആ ദിവസം കഴിഞ്ഞിട്ട് 3 വർഷങ്ങളായിരിക്കുന്നു. ലിയാൻഡ്രോ പെരേഡസ് പറയുന്നു, 3 വർഷങ്ങൾക്ക് മുമ്പ് ഇനി എല്ലാ കാലത്തേക്കും, ലോക ചാമ്പ്യന്മാരാണ്, എല്ലാ കാലത്തേക്കും അവർ ആ രൂപത്തിൽ തന്നെ അറിയപ്പെടുകയും ചെയ്യുമല്ലോ. ദെൻ നിക്കോളാസ് ഓട്ടാമെൻഡിയാണ് ആ വാക്ക് കുറിച്ചത്. 3 years ago നമ്മൾ ലോകത്തിൻ്റെ നെറുകയിൽ തൊട്ടു എന്ന്. അതിന് പിന്നാലെയാണ് എമി മാർട്ടിനസിൻ്റെ മറുപടി വന്നത്, നമുക്കൊരിക്കൽ കൂടി ശ്രമിക്കണ്ടേ. കഴിയുമോ അർജൻറ്റീനക്ക് വേൾഡ് കപ്പ് കിരീടം ഡിഫെൻഡ് ചെയ്യാൻ? വേൾഡ് കപ്പിൽ 2026 ജൂണിലും ജൂലൈയിലുമായിട്ട് മെക്സിക്കോയിലും കാനഡയിലും USA അടുത്ത വേൾഡ് കപ്പിന് പന്തുരുളുമ്പോൾ ഒരിക്കൽ കൂടി ആ കിരീടം ചൂടുക എന്നുള്ള സ്വപ്ന തുല്യമായിട്ടുള്ളൊരു നേട്ടം അവരുടെ മനസ്സിലുണ്ട്. അങ്ങനെയെങ്കിൽ ലിയോ മെസ്സി ഒരിക്കൽ കൂടി വേൾഡ് കപ്പിൽ മുത്തമിടുകയാണെങ്കിൽ ആരാധകർക്ക് ഇതിനേക്കാൾ എന്ത് വേണം കൂടുതൽ സന്തോഷവാന്മാരായിരിക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.